സംസ്ഥാനം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കാസർഗോഡ് നിന്നുമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാവുകയാണ് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളും. നായ്ക്കളെ വന്ധീകരിക്കുന്ന പ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ABC സെന്ററിന്റെ പ്രവർത്തനത്തെ കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലേക്കാണ് ആദ്യം. കാസർഗോഡ് നഗരം മാത്രമല്ല, ജില്ലയിലെ പ്രധാന നിരത്തുകളെല്ലാം തെരുവു നായ്ക്കൾ കീഴടക്കിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നിൽ തെരുവു നായ്ക്കൾ ചാടിയുണ്ടാകുന്ന അപകടം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. നായ്ക്കളുടെ എണ്ണം പെരുകുന്നത് തടയാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ജൂലൈ വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ ഈ വർഷം നായ്ക്കൾ ഉൾപ്പെടെ മൃഗങ്ങളുടെ കടിയേറ്റ് ചികിത്സ തേടിയത് 3931 പേരാണ്. ഇതിൽ ഭൂരിഭാഗവും തെരുവു നായ്ക്കളുടെ കടിയേറ്റവരാണ്. ഏതാനും കേസുകൾ മാത്രമാണ് പൂച്ച ഉൾപ്പെടെയുള്ളവയുടെ കടിയേറ്റവ. ഇതിൽ തന്നെ മാർച്ച് മാസത്തിൽ 718 പേർക്കും മെയ് മാസത്തിൽ 696 പേർക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നൽകിക്കഴിഞ്ഞു. മഞ്ചേശ്വരം, നീലേശ്വരം, കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായത്. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് നായ്ക്കളുടെ കടിയേറ്റു. തെരുവു നായ്ക്കൾ മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിലാണ് പൊതുജനം. വരാന്ത പിന്നെ ഹോട്ടല് കടയിൽ ഇവിടെയെല്ലാം വന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്കൂൾ കുട്ടികളെ വഴിയും എല്ലാം ഒക്കെ ഓടുന്നുണ്ട്. തെരുവു നായ്ക്കളെ വന്ധീകരിക്കാനായി ABC സെന്റർ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് ABC സെന്റർ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജില്ലയിൽ കാസർഗോഡ്, തൃക്കരിപ്പൂർ തുടങ്ങി 3 ഇടങ്ങളിലേക്ക് ABC സെന്റർ മാറ്റി സ്ഥാപിക്കാനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ തീരുമാനം. പക്ഷെ നമുക്ക് ഇത്രയും 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആ ഒരു സ്ഥാപനം അങ്ങനെ അടച്ചു പൂട്ടാൻ കഴിയില്ല. 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, അവിടെ ഈ രീതിയിലുള്ള പിന്നെ റെമഡീസ് ചെയ്തിട്ട്, അതായത് മതിൽ ഉയർത്തി കെട്ടി, അതുപോലെ അതിൻ്റെ ആ കൂടുകൾ പാനൽ കൊണ്ട് മറച്ച് അതിൻ്റെ സൗണ്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്താൻ ആലോചിക്കുന്നുണ്ട്. മറ്റു മാറ്റാൻ നമുക്ക് കഴിയില്ല. പിന്നീട് മറ്റൊന്ന്, നാട്ടുകാരുടെ നിർദ്ദേശം തൊട്ടടുത്ത് ഫോറസ്റ്റ് മേഖലയിൽ സ്ഥലം ലഭ്യമാക്കി അവിടെ കൂടുകൾ അവിടത്തേക്ക് ഈ കൂടുകൾ തന്നെ പറിച്ചു മാറ്റണമെന്ന്. കാരണം ഈ കൂടുകൾ പാനൽ കൊണ്ട് കെട്ടിയതാണ്, അത് മാറ്റാൻ പറ്റും, അത് മാറ്റണമെന്നാണ്. ഫോറസ്റ്റിൻ്റെ സമയമെല്ലാം കിട്ടുമോ എന്നറിയില്ല, അതിൻ്റെ ഒരു പ്രയാസം. ജില്ലയിൽ പേവിഷബാധ പ്രതിരോധ വാക്സിന് ക്ഷാമമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് സൗകര്യമുള്ളത്. തെരുവു നായ്ശല്യം പ്രതിരോധിക്കാൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. എങ്കിലും തെരുവു നായ്ക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയില്ല. വളർത്തു നായ്ക്കളെ തെരുവിലുപേക്ഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡിന്റെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തിന്റെ ഒരു പൊതുപ്രശ്നമാണ്. പലയിടങ്ങളിലെയും സ്ഥിതി സമാനമാണ്. ഈ ABC സെന്ററിന്റെ പ്രവർത്തനം അത് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന പരാതിയും ആക്ഷേപവും ഉയരാത്ത സ്ഥലങ്ങളില്ല എന്ന് തന്നെ പറയാം. ഇനിയുമുണ്ട് നാട്ടുകാർക്ക് പറയാൻ ചില കാര്യങ്ങൾ. അതിലേക്കാണ് ഇനി. തിരുവനന്തപുരം ഇപ്പം ഒരു 5 ദിവസം മുമ്പ് ഇവിടെ കുറേ ആളെ കടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വൈകുന്നേരം ആകുമ്പം ഭയങ്കര ശല്യമായിരുന്നു. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വയ്യ പായലും ഉണ്ട്, ഭയങ്കര ശല്യമാണ്. നായശല്യം ഭയങ്കരമായിട്ടുണ്ട്. അത് പഞ്ചായത്തിൽ മാത്രമല്ല, പൊതുവിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും വ്യാപകമായ രീതിയിൽ തെരുവുനായ ശല്യം ഉണ്ട്. അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വഴി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കുട്ടികളെല്ലാം ഇപ്പം സ്ഥിരമായി പോകുന്നതാണ്. അപ്പോൾ വഴിയെ ഓടിച്ചിട്ട് കടിക്കുന്ന അവസ്ഥയുള്ളത്. അത് മുനിസിപ്പാലിറ്റി അധികൃതർ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ തൊട്ട് പുറകിൽ ഇപ്പോൾ നായുണ്ട്. ഇപ്പം അതുപോലെ വീട്ടുകാർ വന്നിട്ട് ഇങ്ങനെ കുറേ പെറ്റ് പരിക്കുമ്പോൾ അത് റോഡിലും കൊണ്ട് ഉപേക്ഷിക്കുന്നതാണ് നായകൾ. അതെല്ലാം രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണല്ലോ. ആ രീതിയിൽ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പെട്ടെന്ന് കടക്കുന്നു. പള്ളുരുത്തി ശിരോവസ്ത്ര വിവാദത്തിൽ കക്ഷി ചേരാൻ കുട്ടിയുടെ പിതാവ് തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ പിതാവ് അനസ് കക്ഷി ചേരും. ഹൈക്കോടതിയിൽ നിന്ന് മാനേജ്മെന്റിന് നേരത്തെ തിരിച്ചടിയേറ്റിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ പല തീരുമാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കി. സ്കൂൾ മാനേജ്മെന്റ് എന്താണ് നിലപാടെന്ന് പറഞ്ഞിരുന്നു. ഹൈക്കോടതി അതിൽ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ മാനേജ്മെന്റിനെതിരാണ് നിലവിൽ. പക്ഷേ
ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവിന്റെ തീരുമാനം അത് സുപ്രധാനമാണ്. ആ സ്കൂൾ മാറ്റിച്ചേർക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കക്ഷി ചേരുന്നു പിതാവ് എന്നതുകൂടി വരുന്നു. എന്താണ് അത്തരം നീക്കത്തിന് പിന്നിൽ? പ്രജി, നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പിന്തുണ കുടുംബത്തിനുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്ന് പറഞ്ഞതാണ് കുട്ടിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോയി പഠിക്കാമെന്ന്. നേരത്തെ DDE അത്തരത്തിലൊരു ഉത്തരവും പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഇന്ന് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ അത് സ്റ്റേ ചെയ്യണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനൊരു നിലപാട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറിച്ചൊരു വലിയ തിരിച്ചടിയാണ് സ്കൂൾ മാനേജ്മെന്റ് നേരിട്ടത്. സ്കൂളിൽ 149 മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് എന്ന് അഭിഭാഷക പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം അതിലേക്ക് മതം കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നായിരുന്നു ഹൈക്കോടതി എടുത്ത നിലപാട്. ഇതെല്ലാമാണ് ഒരു പോസിറ്റീവ് സൈനായ കുടുംബം കാണുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഹർജിയിൽ കക്ഷി ചേരാം എന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിട്ടുള്ളത്. ഒപ്പം ഹൈക്കോടതി വിധി അനുകൂലമായി കഴിഞ്ഞാൽ അവിടെ തന്നെ പഠിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി അങ്ങോട്ടേക്ക് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് തങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ശേഷം അങ്ങോട്ടേക്ക് പോകാം എന്നാണ് കുടുംബത്തിന്റെ തീരുമാനം. ഈ വിഷയം ഇനിയും കുറച്ച് ദിവസം കൂടി ചർച്ചയാകും എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതി വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുക. സർക്കാരിന്റെ നിലപാടും തേടിയിട്ടുണ്ട്. സർക്കാർ സ്വാഭാവികമായും അറിയിക്കുക കുട്ടിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോട്ടെ എന്നാണ്. നേരത്തെ തന്നെ പരസ്യമായി ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് സർക്കാർ കോടതിയെ അറിയിക്കും. അതിലായിരിക്കും ഇനി വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുക. ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. പ്രജി, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. റോഡിലെ ചെളിക്കുഴിയിൽ ശയന പ്രദക്ഷിണം നടത്തിയായിരുന്നു പ്രതിഷേധം. ഇടുക്കി പവർ ഹൌസ് ചിന്നക്കനാൽ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുന്നത്. ചിന്നക്കനാൽ, സൂര്യനെല്ലി എന്നിവിടങ്ങളിലേക്ക് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്ന് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാലങ്ങളേറെയായി. 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. இந்த பாதை என்பது ஸ்கூலில் பாத்திமா ஸ்கூல் போகக்கூடிய பிள்ளைகள் ஆயிரக்கணக்கான பிள்ளைகள் இருக்கின்றன. மவுண்ட் ஃபோர்ட் ஸ்கூல் படிக்கக்கூடிய பிள்ளைகள் நூற்றுக்கணக்கான பிள்ளைகள், யூபி ஸ்கூலில் படிக்கக்கூடிய நூற்றுக்கணக்கான பிள்ளைகள், மடத்தில் படிக்கக்கூடிய நூற்றுக்கணக்கான பிள்ளைகள் மற்றும் பஞ்சாயத்து மற்றும் வில்லேஜ் ஆபீஸ் மற்றும் ஆஸ்பத்திரி போன்ற முக்கிய ஸ்தாபனங்களுக்கு செல்லக்கூடிய வழிதான் இந்த പവർ ഹൗസ് ടു ചിന്നക്കനാൽ என்பதை நீங்கள் മറന്നുവിടக்கூடாது. റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്ന കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി പാതി വഴിയിൽ ജോലി ഉപേക്ഷിച്ചതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ട് പോലും റോഡിന്റെ പണികൾ വേഗത്തിലാക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുഞ്ചിത്തണ്ണി ലേബർ കമ്മിറ്റി സൊസൈറ്റിயின் പേരിൽ கான்ட்ராக்ட் எடுக்கப்பட்டு கான்ட்ராக்ட் முழுமையாக செய்யாமல் பணத்தை எல்லாம் அடித்து மாற்றிவிட்டு ஒரு நடவடிக்கையும் இல்லாமல் இந்த LDF சர்க்கார், இந்த சின்னக்கനാൽ கிராம பஞ்சாயத்தில் உள்ள LDF சர்க்காரும் சரி, கேரளத்தில் உள்ள LDF சர்க்காரும் சரி, ஒரு நடவடிக்கை எடுக்காமல் மெத்தன போக்கு காட்டுவது இங்க உள்ள வசிக்கும் மக்களுக்கு மிகவும் துயரமாக இருக்கிறது. അടിയന്തരമായി റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെയും MLAയുടെയും ഓഫീസുകളിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പൊതുജനം കഴുതയല്ല സാർ. എങ്ങനെയാണ് അധികൃതരുടെ കണ്ണു തുറക്കാൻ കഴിയുക? ആ രീതിയിലാണ് സമരപരിപാടികൾ ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ മുൻപ് പല സമരങ്ങളും നടത്തി അതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് കൊണ്ടാകാം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലെങ്കിലും ഒരു സമരം നടത്തി അധികൃതരുടെ ശ്രദ്ധ പതിപ്പിക്കാൻ അവർ ശ്രമിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടന്ന 25 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിൽ 3 പേർ പിടിയിലായി. കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 40 മൊബൈൽ ഫോണുകളും 200 സിം കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഈ 25 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവരങ്ങൾ, പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുകളുണ്ട്, കൂടുതൽ എണ്ണം സിം കാർഡുകളുണ്ട്. അപ്പോൾ വലിയ തട്ടിപ്പിന് ഇവർ ശ്രമിച്ചു. അതിന്റെ ഒരു രീതി എന്തായിരുന്നു?
പ്രജിൻ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പാണ് കഴിഞ്ഞ മാസം സൈബർ പോലീസിൽ രജിസ്റ്റർ ചെയ്തത്. കരോണ സ്വദേശിയിൽ നിന്ന് 25 കോടി രൂപയാണ് ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ തട്ടിയെടുത്തത്. ഈ കേസിൽ കൊല്ലം സ്വദേശിനിയായ ഒരു വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് സ്വദേശികളായ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ കോഴിക്കോട് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് 40 മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ 100ഓളം വരുന്ന അക്കൗണ്ട്, 200 സിം കാർഡുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ സംഘടിതമായി ഇത്തരത്തിൽ ഈ ക്രൈം നടത്തിയിരുന്ന ആളുകളാണെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇവർക്ക് മറ്റിടങ്ങളിൽ, അതായത് കേരളത്തിന് പുറത്തും ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്, ഇവരുടെ പേരിൽ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ 25 കോടി രൂപയിൽ ഇവർ കൈകാര്യം ചെയ്ത അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയോളം ഇവർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ കേസിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയുണ്ട്. സൈപ്രസ് കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പിന്റെ ഒരു ഉറവിടമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. അങ്ങോട്ടേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല. എന്നാൽ പോലും അങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ കേസിൽ കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യതയും നിലവിലുണ്ട്. പ്രജിത്ത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരം ലഹരി താവളമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ENT വിഭാഗം ബ്ലോക്കിന് പിന്നിലെ ചുവരിൽ നിന്ന് സിറിഞ്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള ചോരപ്പാടുകൾ കണ്ടെത്തി. ആ ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആതുരാലയമാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി. ആശുപത്രിയുടെ പുറകിലേക്ക് പോയാൽ കാണുന്ന കാഴ്ച ഇങ്ങനെ. സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നവർക്ക് ചോരപ്പാട് ഈ ചുമരിൽ തേച്ചു മടങ്ങുന്നതും ലഹരി. രാത്രിയിൽ അതിക്രമിച്ചു കയറി ലഹരി ഉപയോഗിക്കുന്നവർ ഉപേക്ഷിച്ച സിറിഞ്ചുകളും ഞങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിൽ കണ്ടു. ലാബിലേക്ക് അതിക്രമിച്ചു കയറി സിറിഞ്ച് എടുക്കുന്ന സാഹചര്യവും പലപ്പോഴും ഉണ്ടായെന്ന് ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നു. ലഹരി സംഘം ഉപേക്ഷിക്കുന്ന അവശിഷ്ടങ്ങൾ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ആശുപത്രിക്കുള്ളിലെ ലഹരി ഉപയോഗത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജയൻ കല്യാശ്ശേരിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് തുടങ്ങിയിരിക്കുന്നു. വൈകിട്ട് 5:15 ടോൾ പിരിവ് പുനരാരംഭിച്ചത്. പഴയ നിരക്കാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, ഈ വിഷയത്തിലെ കോടതി ഇടപെടൽ കുറെ നാളുകളായി അത് സ്റ്റേ ചെയ്ത വാർത്ത ഇതൊക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇപ്പോൾ ഉള്ളത് പുനരാരംഭിച്ചു ടോൾ പിരിവ് എന്നുള്ളതാണ്. പഴയ നിരക്കിലേക്ക് തന്നെ പോയി എന്നുള്ളതും ആശ്വാസമാകുമ്പോഴും എന്താണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയൊക്കെ ഇതിനോടുള്ള പ്രതികരണം? പ്രജന് യാത്രക്കാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഈ പണി തീരുന്നത് വരെ, അതായത് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഗതാഗത കുരുക്കാണ് ഈ ടോൾ നിരക്ക് നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചത്. സ്വാഭാവികമായും ഈ നിർമ്മാണ പ്രവൃത്തികൾ തീരാതെ ഈ പാതയിലെ ഗതാഗത കുരുക്ക് അവസാനിക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വർദ്ധിപ്പിച്ച നിരക്ക് ഈടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത് ഈ പഴയ നിരക്കിൽ ടോൾ പിരിവാകാം എന്നൊരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ ട്രക്കുകൾ അടക്കം വരുന്നുണ്ട്. പക്ഷെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഈ ട്രാക്കാണ് കാണുന്നത്. ഇവിടെ എല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി വാഹനങ്ങളെല്ലാം ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. കാരണം ഈ ഓഫീസ് ടൈമാണ്, അത് കഴിഞ്ഞ ആളുകൾ മടങ്ങുന്ന സമയമാണ്. പലരും ഈ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, ഇതെന്താ പറ്റിയ ഫാസ്ടാഗ് പൈസ ഇല്ലാത്തത്? ടോള് പുനഃസ്ഥാപിച്ച അറിഞ്ഞില്ലല്ലേ? ഇല്ല, അറിഞ്ഞില്ല. നമ്മുടെ യാത്രാ ദുരിതം മാറുമോ? നമുക്ക് ദുരിതമേ ഉള്ളൂ. ഇപ്പം ഇതിൽ 90 എഴുതിയേക്കുന്നു, പിന്നെ 180 രൂപ പറയുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. അതായത് പലരും ഈ ടോൾ നിരക്ക് പുനഃസ്ഥാപിച്ചൊന്നും അറിയാതെ വന്ന ആളുകളാണ്. ചിലപ്പോൾ ഈ ട്രാക്കിലൂടെ, അതായത് ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട ട്രാക്കാണ്, ഈ ട്രാക്കിലൂടെയൊക്കെ ഈ ബൈക്കുകളൊക്കെ കയറി വരുന്നുണ്ട്. അവരെല്ലാവരും രാവിലെ പോകുന്ന സമയത്ത് ടോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഈ ട്രാക്ക് സാധാരണ പോകുന്ന ട്രാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ ടോള് വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ടോള് വീണ്ടും പുനഃസ്ഥാപിച്ചു. ബുദ്ധിമുട്ടാണല്ലോ. ബ്ലോക്ക് തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ബ്ലോക്ക് തീരുന്നില്ല. ഇപ്പൊ എത്ര ദിവസം നേരത്തായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? എത്ര മണിക്കൂറായി? ടോളും കൂടി വരുമ്പോ പിന്നെ വീണ്ടും ദുരിതമായി. അത്
യാത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കും വരെ എന്തായാലും ഈ ഗതാഗത കുരുക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് ജില്ലാ കളക്ടർ ഇന്ന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഇത്രയും ദിവസം പ്രജിൻ ഈ ടോൾ നിർത്തിവെക്കാനുള്ള ഒരു കാരണം അത് തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ്. അത് പറയാതെ വയ്യ. എന്തായാലും ടോൾ പുനരാരംഭിക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് കിട്ടിയതിന് പിന്നാലെ ഇപ്പോൾ പാലിയക്കരയിൽ ടോൾ നിരക്ക് വീണ്ടും പിരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രജിൻ, യെസ്, എന്തായാലും നാട്ടുകാർ പറയുന്നത് പക്ഷേ അത് ശരിയല്ല, ഇത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. യാത്രക്കാരും അതുപോലെ പറയുന്നു, റേറ്റ് ഇങ്ങനെയാണെങ്കിലും ഈ പണി പൂർത്തിയായിട്ടില്ലല്ലോ എന്ന മറുചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോട്ടയത്ത് വെർച്വൽ അറസ്റ്റിലൂടെ പണം തട്ടാനുള്ള ശ്രമം പോലീസ് പൊളിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. വൃദ്ധ ദമ്പതികളുടെ 50 ലക്ഷം രൂപ തട്ടിയെടുക്കാനായിരുന്നു ശ്രമം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വെർച്വൽ അറസ്റ്റ് വഴിയുള്ള തട്ടിപ്പ് നടക്കുന്നത്. അത് തട്ടിപ്പ് നടന്നു എന്നുള്ളതല്ല, ആ തട്ടിപ്പിനുള്ള ശ്രമം പോലീസ് പൊളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തട്ടിപ്പുകാരുടെ വേലത്തരമൊക്കെ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട്. അതിനോട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബോധവൽക്കരണങ്ങളൊക്കെ ഫലം കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് സംഭവിച്ചതെന്ന് അവിടെ? പ്രജിൻ, ബോധവൽക്കരണങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ആളുകൾ പലപ്പോഴും ഈ തട്ടിപ്പ് ചതിക്കുഴിയിൽ വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് ഈ സംഭവം നടന്നത്. വൃദ്ധ ദമ്പതികളാണ്. ഏകദേശം 50 ലക്ഷം രൂപയാണ് ഇവരോട് ഈ വിർച്വൽ അറസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. CBI ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാണ് ഒരു വാട്സപ്പ് കോള് ഇവർക്ക് വന്നത്. അതിനുശേഷം ഒരാൾ അറസ്റ്റിലായിട്ടുണ്ടെന്നും അയാളുടെ മൊഴി പ്രകാരം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്, കള്ളപ്പണം വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ വൃദ്ധ ദമ്പതികൾ അടുത്തുള്ള അവരുടെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ്, ആ ബാങ്കിൽ ചെന്ന് ഈ തുക ഈ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ബാങ്ക് അധികൃതർക്ക് ചില സംശയങ്ങൾ വരുന്നു. അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്നും ഇതൊരു വ്യാജ അക്കൗണ്ടാണെന്ന് കൂടി വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് ഇത് പോലീസിനേക്ക് ഈ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പോലീസ് ഈ വൃദ്ധ ദമ്പതികളുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. തുടർന്ന് ഈ വിർച്വൽ കോൾ വീണ്ടും വന്നപ്പോൾ ഈ വിർച്വൽ അറസ്റ്റ് ചെയ്ത ആളുകൾ വീണ്ടും വാട്സപ്പിൽ വിളിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കോൾ എടുക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഇവർ മുങ്ങുകയായിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ശ്രമമാണ് ഇന്ന് പോലീസ് പൊളിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.